നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പെലഹാലെ നമ്മൾ നിൽക്കുന്നത് രാജസ്ഥാനിലാണ്, ജയ്പൂരിലാണ്. എൻ്റെ കൂടെയുള്ളത് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്കാണ്. കുഷാക്ക് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെയാണ്. കൊച്ചിയിലായിരുന്നു ഇതിൻ്റെ ലോഞ്ച്. അന്ന് നമുക്ക് വാഹനം ഓടിക്കാൻ കിട്ടിയില്ല. നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്ക് വാഹനം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി നേരെ ഡസ്റ്റർ ഓടിക്കാൻ വേണ്ടി ഡെറാഡൂണിലേക്ക് പോകാൻ. അത് ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് നമ്മൾ യാത്രയാവുകയാണ്. എന്തായാലും അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു വാഹനത്തെ കുഷാക്കിനെ ഒന്ന് അടുത്ത് കാണാം. കുഷാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5 വർഷമായി വിപണിയിലെത്തിയിട്ട് 2021 ഈ വാഹനം ആദ്യമായി വിപണിയിലെത്തിയത്. അതിനുശേഷം ഏതാണ്ട് 1 ലക്ഷം യൂണിറ്റുകളാണ് ഇതുവരെ വിറ്റഴിഞ്ഞത്. രാജസ്ഥാനിലെ പക്ഷികൾ ശബ്ദമുണ്ടാക്കുന്നു. നിങ്ങൾ കാണുന്ന പോലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. മനോഹരം എന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് നോക്കരുത്. ആ സൈഡ് നോക്കിയാൽ മൊത്തം വേസ്റ്റാണ്. ഈ സൈഡിലേക്ക് നോക്കിയാൽ മതി. ബാക്കിൽ അങ്ങനെ മലനിരകൾ, അവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ അങ്ങനെ കൂടുകൂട്ടി നിൽക്കുന്നുണ്ട്. നല്ല സുന്ദരമായ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ തണുപ്പുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാകും. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ചൂടുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ കുഷാക്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1 ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിഞ്ഞു. 2021 ഇതിന് വലിയ പ്രതിയോഗികൾ ഉണ്ടായിരുന്നു എന്ന് പറയാനാവില്ല. ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും കറ്റയുണ്ട്, സെൽറ്റോസ് ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ വലിയൊരു എതിരാളി വന്നിട്ടുണ്ട്. അത് ടാറ്റ സീറയാണ്. അപ്പോൾ സീറ വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യരുടെ മനസ്സിൽ കൂടുകൂട്ടിയ ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ പ്രതിയോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കുഷാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ധാരാളം മാറ്റങ്ങൾ ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും അഡാസിൻ്റെ ഫീച്ചേഴ്സാണ്. അതിന് സ്കോഡ ഒരു ന്യായം ഇന്നലെ പറയുകയും ചെയ്തു. അതായത് ഈ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയപ്പോൾ ആകെ 2 എയർ ബാഗേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്രാഷ് ടെസ്റ്റിൽ അന്ന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനങ്ങൾക്കൊക്കെ 6 എയർ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എയർ ബാഗിലൊന്നും അല്ല കാര്യം, ബിൽഡ് ക്വാളിറ്റിയിലാണ് കാര്യം എന്ന് ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അഡാസ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ വാഹനം അത്രയും സുരക്ഷിതമാണ് എന്നാണ് സ്കോഡ പറയുന്നത്. സത്യമാണ്, സ്കോഡയുടെ വാഹനങ്ങൾ നമുക്കറിയാവുന്ന പോലെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഗംഭീരമാണ്. യൂറോപ്യൻ ടെക്നോളജിയും യൂറോപ്യൻ നിർമ്മാണ നിലവാരവുമെല്ലാം സ്കോഡയുടെ വാഹനങ്ങൾക്കുണ്ട്. ആദ്യകാലത്ത് സ്കോഡയുടെ ഒരേ ഒരു പ്രശ്നം സർവീസ് കോസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് 4 വർഷത്തേക്കുള്ള പാക്കേജൊക്കെ വന്നപ്പോൾ അതും വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. എന്ന് തന്നെയുമല്ല, കൈലാക്ക് എന്ന് പറഞ്ഞാൽ അല്പം കൂടി വില കുറഞ്ഞ SUV വന്നപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വാഹനമായിട്ട് സ്കോഡ മാറിയിട്ടുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ കുഷാക്കിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് രാജസ്ഥാനിൽ നിന്നും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ പ്രധാനമായിട്ടും പിടിച്ചു നിൽക്കുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ്. നമുക്കറിയാവുന്ന പോലെ കൊറിയൻ വാഹനങ്ങൾ ഹ്യുണ്ടായി ആയാലും അതുപോലെ കിയ ആയാലും എല്ലാം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ സീറ അടക്കമുള്ള എല്ലാ വാഹനങ്ങളും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ കുഷാക്ക് വന്നപ്പോൾ സ്കോഡയും ഫീച്ചേഴ്സ് ഒട്ടും മോശമാക്കിയിട്ടില്ല. എന്ന് തന്നെയുമല്ല, എൻട്രി ലെവൽ മോഡൽ തൊട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട പല ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സൺറൂഫ് ഇപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ പനോരമിക്കാണ്. പക്ഷേ എല്ലാ വേരിയൻസിലും ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് എങ്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട് എല്ലാ വേരിയൻസിലും. അതുപോലെ തന്നെ പിൻഭാഗത്ത് ഡീഫോഗർ, അതുപോലെ തന്നെ വൈപ്പർ, അത്തരം കാര്യങ്ങൾ എല്ലാ വേരിയൻസിനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വേരിയൻസിലും തന്നെ അലോയ് വീല് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും ഓരോ വേരിയൻ്റ് അനുസരിച്ച്. ഷേപ്പല്ലോ, ഡിസൈൻ മാറിക്കൊണ്ടിരിക്കും. എങ്കിൽ പോലും അതും എല്ലാ വേരിയൻസിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് 1.5 ലിറ്റർ DSG ഗിയർ ബോക്സ് ഉള്ള വേരിയൻ്റാണ്. അതായത് 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുള്ള മോഡലാണ്. എന്നാൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക്കും വന്നിട്ടുണ്ട്. അത് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് 8 സ്പീഡും വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ കുഷാക്കിൽ. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് 8 സ്പീഡ് ഓട്ടോമാറ്റിക്. അങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഈ വാഹനത്തിൽ. അപ്പോൾ ഇനി മാറ്റങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ എക്സ്റ്റീരിയർ വളരെ ഭംഗിയായിട്ടുണ്ട് ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ. എങ്കിൽ പോലും പക്ക സ്കോഡയാണ് എന്ന് വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഗ്രില്ലാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ വാഹനങ്ങളുടെയും എല്ലാ സ്കോഡ മോഡലുകളുടെയും ഗ്രില്ല് ഇതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ കുഷാക്കിന് കുറേയൊക്കെ സാമ്യം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കോഡിയാക്കുമായിട്ടാണ്. കോഡിയാക്കിൻ്റെ കുറേ ഡിസൈൻ എലമെൻറ്റ്സ് ഏറ്റവും പുതിയ കുഷാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രില്ലിൻ്റെ കാര്യത്തിൽ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അതിലെല്ലാം സ്റ്റീൽ ഫിനിഷ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ലൈറ്റ് സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ മേൽഭാഗത്താണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളുടെയും ലൈറ്റ് സ്ട്രിപ്പെങ്കിൽ ഇതങ്ങനെയല്ല. ഗ്രില്ലിൻ്റെ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. തന്നെയല്ല, അത്രയും വീതിയൊന്നുമില്ല, ഒരു നേർത്ത സ്ട്രിപ്പാണ്. അത് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ സ്ട്രിപ്പിൻ്റെ തുടർച്ച പോലെയാണ് ഇവിടെ ഈ ഒരു ലൈറ്റിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഡേറ്റ റണ്ണിംഗ് ലാമ്പാണ്. അതിപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. LED ആണ്, മൊത്തം LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള എലമെൻറ്റ്സ് ഒക്കെയാണ് ഈ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ ഭാഗമെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഏറ്റവും താഴെയുള്ള ഭാഗം എല്ലാം തന്നെ പാടെ മാറിയിട്ടുണ്ട്. ഈ ഒരു ഡിഫ്യൂസർ അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ
ഒരു ആഷ് നിറം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയ എയർ ഡാം കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ധാരാളം സെൻസേഴ്സോ അത്തരം കാര്യങ്ങളൊന്നും കാണാനില്ല. എങ്കിൽ പോലും പാർക്ക് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻസേഴ്സൊക്കെ നമുക്ക് അവിടെ കാണുകയും ചെയ്യാം. 360 ഡിഗ്രി ക്യാമറയും ഏറ്റവും പുതിയ കുഷാക്കിൽ വന്നിട്ടില്ല. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അത്തരം കാര്യങ്ങളൊന്നും കാര്യമായ ശ്രദ്ധ ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടില്ല. എന്തായാലും ഫോഗ് ലാമ്പ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബ്ലാക്ക് എലമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ക്ലാഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് തുടർച്ച പോലെ നമ്മളിവിടെ കാണുന്നത്. അതും ഈ ഒരു ഗ്രീൻ നിറവും അതുപോലെ തന്നെ ആഷ് നിറവും ബ്ലാക്കും എല്ലാം കൂടി ചേർന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. മുൻഭാഗത്തിൻ്റെ ആ ഒരു ലോവർ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തുവാണ് ഇത്? ഭയങ്കര ശബ്ദം കേൾപ്പിക്കുന്നല്ലോ, കിളി കിളി കിളി. എന്തായാലും വളരെ പ്രൊമനൻ്റ് ആയിട്ട് തന്നെ സ്കോഡയുടെ ലോഗോ നമുക്കിവിടെ കാണാം. അതുപോലെ ബോണറ്റ് ലൈനുകളൊക്കെ ആണെങ്കിലും പക്ക ഒരു SUV ആണ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ മുൻഭാഗം പക്ക സ്കോഡയുടെ ഒരു മുൻഭാഗം തന്നെയാണ്. എങ്കിൽ പോലും നല്ല ഭംഗിയുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. കിളി മെനക്കെടുകയാണല്ലോ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇനി വശക്കാഴ്ചയിലേക്ക് വരാം. വശക്കാഴ്ചയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് 17 ഇഞ്ച് അലോയ് വീലാണ്. പക്ഷേ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ 16 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോ വേരിയൻറ്റിനും അലോയ് വീലിൻ്റെ ഷേപ്പ് മാറ്റമുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഒരു 1.5 DSC കാണുന്നത് ഈ ഒരു സ്റ്റീൽ ഫിനിഷും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും ഉള്ള അലോയാണ്. പക്ഷേ മോണ്ടി കാർലോയിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ ഭംഗിയുള്ള അലോയ് വീലാണ്. മോണ്ടി കാർലോ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൻ്റെ സ്പെഷ്യൽ എഡിഷനാണ്. അത് നമ്മളിന്ന് കാണുന്നുണ്ട്. അതിനാണ് ഈ റെഡ് കാലിപ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കാലിപ്പറൊക്കെ റെഡാക്കി കൊടുത്ത് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും സ്കോഡ എന്നുള്ള ആ ബാഡ്ജിങ്ങും അത് കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ഫിനിഷുള്ള ഭാഗത്ത് ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഈ വാഹനം നമ്മളൊന്ന് കറക്റ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കറക്റ്റയ്ക്കാണ് വലിപ്പം കൂടുതൽ. നീളമായാലും വീതിയായാലും ഉയരമായാലും കറക്റ്റയ്ക്കാണ് കൂടുതൽ. അതാണ് നീളത്തിൻ്റെ കാര്യത്തിൽ 100 mm വ്യത്യാസമുണ്ട്. പക്ഷേ വീൽ ബേസിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന കുഷാക്കാണ്. അതായത് ഇൻറ്റീരിയർ സ്പേസ് കൂടുതൽ കുഷാക്കിനാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടെ. തന്നെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസും ഈ വാഹനത്തിലാണ്. 491 ലിറ്ററുണ്ട്. 433 ഉള്ളൂ കറക്റ്റയ്ക്ക്. എന്ന് പറയുമ്പോൾ ഉൾഭാഗത്ത് വലിപ്പം സ്ഥല സൗകര്യം കൂട്ടുകയും ബൂട്ട് സ്പേസ് കൂട്ടുകയും ചെയ്തു. പക്ഷേ നീളം കറക്റ്റേക്കാളും കുറവാണ്. അതാണ് സ്കോഡയുടെ മാജിക് എന്ന് വിളിക്കാവുന്ന കാര്യം. എന്തായാലും ഭംഗിയുള്ള ഗ്രാബ് റെയിൽ അതിന് സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ വാഹനത്തിൻ്റെ അതേ നിറം തന്നെയാണ് ഡോർ ഹാൻഡിലെങ്കിലും അതിലും കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം. ഇവിടെയൊക്കെ വിൻഡോ ലൈനിലുമൊക്കെ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബേസിക് രൂപം നിങ്ങൾ നേരത്തെ കണ്ടിരുന്ന കുഷാക്കിൻ്റെ തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ചില എലമെൻറ്റ്സ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ എന്നാണ് പറയേണ്ടത്. ക്ലാഡിങ് മുൻഭാഗത്തുനിന്ന് ഈ അറ്റം വരെ നീളുന്നുമുണ്ട്. ഇനി പിൻഭാഗത്ത് വരുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അത് കുറച്ചൊക്കെ ഒന്ന് ചൈനീസ് ആക്കിയില്ലേ ഈ വാഹനത്തെ എന്ന് ചോദിച്ചാൽ ആക്കിയിട്ടുണ്ടെന്ന് പറയാം. കാരണം ചൈനീസ് വാഹനങ്ങളുടെ രീതിയാണ് ഇങ്ങനെ പിൻഭാഗത്ത് ഈ ഇലൂമിനേറ്റഡ് പേരൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. മുൻഭാഗത്ത് കണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് എന്താണ് ഗ്രില്ലിൻ്റെ അകത്തേക്കാണ് ഒരു LED എലമെൻ്റൊക്കെ വന്നിരിക്കുന്നതെങ്കിൽ ഇതങ്ങനെയല്ല. ഇപ്പോൾ വളരെ തുറന്ന് തന്നെ വന്നിരിക്കുന്നു. അതിൽ പക്ഷേ നീണ്ട സ്ട്രിപ്പായിട്ടല്ല, അതിലിങ്ങനെ ഡോട്ടുകളും മറ്റുമൊക്കെ കൊടുത്ത് അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. സ്കോഡ എന്നുള്ള ആ ഒരു ഇലുമിനേറ്റഡ് ബാഡ്ജിങ് നമുക്ക് അവിടെ കാണാം. കുഷാക്ക് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ 1.5 TSI എന്നുള്ള എഞ്ചിനെ സൂചിപ്പിക്കുന്നത് അവിടെയും കൊടുത്തിരിക്കുന്നു. അതുപോലെ പിൻ ബമ്പറാണെങ്കിലും മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ ബ്ലാക്ക് എലമെൻസും അതുപോലെ തന്നെ ആഷ് നിറമൊക്കെ കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട്. 188 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ കറക്റ്റയിലേക്ക് പോകുമ്പോൾ 2 mm കൂടുതലുണ്ട്. 190 ഉണ്ട് കറക്റ്റയ്ക്ക്. ആ ഒരു ഡിഫറൻസ് മാത്രമേ പറയാനുള്ളൂ. എങ്കിൽ പോലും ആവശ്യം ഇന്ത്യക്ക് വേണ്ട അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ, സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ ഡീഫോഗർ, വൈപ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെ പലതും ഞാൻ പറഞ്ഞല്ലോ. പലതും എല്ലാ വേരിയൻസിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കും കമ്പനി കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് നോക്കാം. ബൂട്ടാണ് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നത്. അതായത് 491 ലിറ്ററുണ്ട് ഏറ്റവും പുതിയ കുഷാക്കിൽ. പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിരുന്ന കുഷാക്കിൽ 100 ലിറ്റർ കുറവായിരുന്നു. പക്ഷേ ഈ വീൽ ബേസിലോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലോ ഒരു മാറ്റവും വരുത്താതെയാണ് ഇത്രയും കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്തിയെന്നുള്ളൊരു ഗംഭീര സംഭവമാണ്. അതുകൊണ്ട് പിൻഭാഗത്ത് ഇരിക്കുന്നവർക്ക് സ്പേസ് കുറഞ്ഞ നമുക്ക് നോക്കേണ്ടതുണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ ഏതായാലും ഗംഭീരമായി. ഇഷ്ടംപോലെ സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 60/40 നമുക്ക് സീറ്റുകൾ ഫോൾഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സ്പേസ് വേണമെങ്കിൽ കണ്ടെത്തുകയും ചെയ്യാം. എന്തായാലും ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് തൂക്കിയിടാവുന്ന ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം താഴ്ന്ന പ്രൊഫൈലായതുകൊണ്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. എന്തായാലും ഇലക്ട്രിക്കലി അടയ്ക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ വലിച്ച് അടച്ചു. അപ്പോൾ ഇത്രയാണ് ഏറ്റവും പുതിയ കുഷാക്കിൽ നമ്മൾ കണ്ട മാറ്റം. അപ്പം ഇത്തരം മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ലീഗിലേക്ക് ഇതിനെ അടുപ്പിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളുടെ രീതികളിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. കാഴ്ചകളുടെ ഭംഗി തീർച്ചയായിട്ടും പക്ക യൂറോപ്യൻ ഭംഗി നിലനിർത്താൻ സ്കോഡയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്. ഏറ്റവും പുതിയ സീറയാണോ, അതോ ഏറ്റവും പുതിയ ക്രെറ്റയാണോ, അതുപോലെ സെൽറ്റോസ് ആണോ, അതോ ഈ വാഹനമാണോ? അങ്ങനെ പല ഇഷ്ടംപോലെ മോഡലാണല്ലോ ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. അത് സ്കോഡയ്ക്കും അറിയാൻ താല്പര്യമുണ്ടാകും. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം വെയിൽ വരുന്നതിന് മുമ്പ്.
ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ജഗപുകയോ ഗിമ്മിക്സോ ഒന്നും കൊടുത്തിട്ടില്ല. നല്ല ഭംഗിയുള്ള പക്ക യൂറോപ്യൻ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. തന്നെയല്ല, നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് കയറുമ്പോൾ തന്നെ ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും. അതാണ് യൂറോപ്യൻ വാഹനങ്ങളുടെ പ്രത്യേകത. അത് തീർച്ചയായിട്ടും കുഷാക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. ഈവൻ വളരെ ചെറിയ കൈലാക്കിൽ പോലും ഉൾഭാഗത്ത് കയറുമ്പോൾ ഒരു ഇരുമ്പ് ചട്ടക്കൂടിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഗർഭഗൃഹത്തിലിരിക്കുന്ന ആ ഒരു ഫീൽ, അതങ്ങനെ എനിക്ക് ഓർമ്മ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എങ്കിലും ഞാൻ പറയാം, ഗർഭഗൃഹം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രം മാത്രമല്ല, നമ്മളെപ്പോഴും സാഹിത്യ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഉൾഭാഗത്തെ നിറങ്ങളൊക്കെ വളരെ കൂൾ കളേഴ്സാണ്. ബ്ലാക്ക്, പിയാനോ ബ്ലാക്ക്, സ്റ്റീൽ ഫിനിഷ്, ടെക്സ്റ്റേർഡ് ബ്ലാക്ക്, വീണ്ടും ബ്ലാക്ക്, അതിൻ്റെ താഴെ ബീജ്, അങ്ങനെയുള്ള പല കളേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമാണ്. ഞാനീ പറഞ്ഞാൽ ഗിമ്മിക്സ് ഒന്നുമില്ല, വളരെ രസമുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ AC വെൻറ്റുകളുടെ രൂപമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്ക്രീനിൻ്റെ ഒക്കെ വലിപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 26 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 26 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്രീൻ നമുക്കിവിടെ മീറ്റർ കൺസോളിലും കാണാം. ഇപ്പോൾ ഇതിൽ AI അസിസ്റ്റഡായി ഗൂഗിൾ ക്ലൗഡിൽ നിന്നുള്ള AI അസിസ്റ്റഡ് ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ധാരാളം കാര്യങ്ങൾ നമുക്കിപ്പോൾ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റ്, അത്തരം പല കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് AIയുടെ ഫീച്ചേഴ്സൊക്കെ കാര്യമായിട്ട് വന്നു എന്നാണ് പറയേണ്ടത്. കൂടാതെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം വയർലെസ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, ഇതിലേക്ക് ഹോമിലേക്ക് പോയി കഴിയുമ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, കൺസംഷൻ 2.4 കിലോമീറ്റർ ആട്ടോ മൈലേജ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ താജ് ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ആക്റ്റീവ് ഇൻഫോ ഡിസ്പ്ലേ, ഓഫ് റോഡ്, വെഹിക്കിൾ സ്റ്റാറ്റസ്, ടയേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഓൾ ആപ്പ്, മൈ ആപ്സ് കണ്ടില്ല, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത് ഒത്തിരി പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇതിൻ്റെ പാർക്കസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം, അത്തരം കാര്യങ്ങളെല്ലാം എല്ലാ സ്ക്രീനിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. നല്ല കളർഫുള്ളായിട്ടുള്ള സ്ക്രീനാണ്. കൂടാതെ നല്ല എന്താ പറയുക, നല്ല ബ്രൈറ്റ്നസ്, അത്തരം കാര്യങ്ങളും ക്രിസ്പായിട്ടുള്ള ഡിസ്പ്ലേ, എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ താഴേക്ക് വരുമ്പോൾ AC-യുടെ വെൻറ്റുകൾ, അതിൻ്റെ താഴെയായിട്ട് ഇത് പണ്ട് തൊട്ടേ, അതായത് വളരെ കാലം മുമ്പ് തൊട്ട് നമ്മൾ സ്കോഡയിൽ കാണുന്നതാണ് ഈ തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീൻ. ക്ലൈമട്രോണിക് സ്കോഡ ക്ലൈമട്രോണിക് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമ്മൾ കാണുന്നത്. ഇവിടെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചുകളാണ് നമ്മൾ കാണുന്നത്. ഫ്രണ്ടിലെ 2 സീറ്റും വെന്റിലേറ്ററാണ്. ഇത് വാഹനം ഐഡിലാകുമ്പോഴത്തേക്ക് ഓഫാകുന്ന സംവിധാനം, വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള സംവിധാനമാണിത്. താഴെയായിട്ട് AC-യുടെ കൺട്രോളുകളും, അതുപോലെ ഇതെല്ലാം ടച്ച് സെൻസിറ്റീവാണ് ഈ ഒരു ഭാഗമെല്ലാം തന്നെ. ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിരിക്കുന്നത്. 2 C-ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു. ഇവിടെ 12 വോട്ടിൻ്റെ ചാർജർ കൊടുത്തിരിക്കുന്നു. ഇത് 7 സ്പീഡ് DSG ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ കീ വയ്ക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കുത്തിച്ചാരി വയ്ക്കാവുന്നൊരു സ്ഥലമാണ്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും, അതോടൊപ്പം തന്നെ വാഹനത്തിന് എന്തെങ്കിലും നമുക്കതിനെ പറ്റിയ എമർജൻസി ആയിട്ട് വിളിക്കാനുള്ള നമ്പേഴ്സൊക്കെയാണ് സ്കോഡ വന്നിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ കാണാം. നല്ല തൈസപ്പുള്ള സീറ്റുകളാണ്. നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ പറയാം, നല്ല ചേർന്നിരിക്കുന്നുണ്ട് കാലൊക്കെ. അതുപോലെ ഞാൻ പറഞ്ഞ വെന്റിലേറ്ററാണ്. കൂടാതെ 6 വേ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലി പവേർഡ് സീറ്റുകളാണ്. അത് പാസഞ്ചർക്കും അത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വേരിയൻറ്റിൽ. മ്യൂസിക് സിസ്റ്റത്തിലേക്ക് പോകുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ എല്ലാവരും ഹാർമൻ്റെ സിസ്റ്റം മറ്റേ കണവണമെന്നൊക്കെ പറയുമ്പോൾ സ്കോഡ അങ്ങനെയല്ല. സ്കോഡയുടെ സിസ്റ്റം എന്നാണ് പറയുന്നത്. സ്കോഡയുടെ ഒരു 6 സ്പീഡല്ലോ, ഒരു 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ്. അതും സബ് വൂഫർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മ്യൂസിക് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്കോഡയുടെ ആണെന്ന് പറഞ്ഞാൽ പോലും സ്കോഡയും ഏതെങ്കിലും സോഴ്സ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ കമ്പനിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. ഫ്ലോ ബോക്സ് ഒക്കെ ഉണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ. ശരിക്കും ഒരു ഡോർ വന്നിടയുന്നു, അതേ തട്ട് സൗണ്ടാണ് കേൾക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഗ്ലോ ബോക്സ് തുറന്ന് നോക്കിയാൽ മതി. ഉള്ളിത്തൊലി പോലെ ഇരിക്കുന്ന ഗ്ലോ ബോക്സ് ആണെങ്കിൽ അറിയാം മൊത്തത്തിൽ എന്തായിരിക്കും വാഹനത്തിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം. പിന്നെ പനോരമിക് സൺറൂഫാണ് ഈ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വേരിയൻസിലും അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ പെയിൻ സൺറൂഫെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഇതിനെപ്പറ്റി നമുക്ക് പ്രസൻറ്റേഷൻ നടത്തിയ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സായിപ്പ്, അദ്ദേഹം സെയിൽസിൻ്റെ ഹെഡാണ്. അദ്ദേഹം പറയേണ്ടായി, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത് 5 സീറ്റർ അല്ല, 6 സീറ്ററാണ്. ഇന്ത്യക്കാർ ഒരാൾ തലവെളിയിലിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ ഇതിൻ്റെ. അദ്ദേഹം കളിയാക്കി പറയാൻ കേട്ടോ, നാണക്കേടാണ് കേട്ടോ, നമ്മൾ ഒരിക്കലും തലവെളിയിട്ട് നിൽക്കരുത്, സേഫ് അല്ലെന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ 5 പേരിരിക്കും, ഒരാൾ തലവെളിയിലിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുകയും, ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് അദ്ദേഹം പറയുണ്ടായി. പിന്നെ അവിടെ ഡോർ പാഡിലേക്ക് പോയാൽ ഇപ്പോൾ തന്നെ 2 ബോട്ടിൽ അവിടെ ഇരിക്കുന്നതാണ്. അപ്പം ഒരു ഫുള്ള്, ഒരു വൈൻഡ്, പിന്നെ അതിൽ ഒഴിക്കാനുള്ള 2 ബോട്ടിൽ വെള്ളം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വയ്ക്കാം. ധാരാളം സ്ഥലമുണ്ട്. നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കണ്ടില്ല, അതിലൊന്നും ഒരു ഗിമ്മിക്സും ഇല്ല. ആ ഒരു ഡോർ പാഡിൻ്റെ ഡിസൈനൊക്കെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട്, പക്ഷേ വളരെ എലഗൻ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ, സ്റ്റിയറിംഗ് വീല് പക്ക സ്കോഡിഷ് എന്ന് പറയാവുന്ന, സ്കോഡൈഷ് എന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇത് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ഒന്നുമില്ല, സുഖമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഇവിടെയൊക്കെ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വോളിയം കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ വരുമ്പോൾ പാഡ് ഷിഫ്റ്റേഴ്സും അതും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വളരെ ബ്രൈറ്റായിട്ടുള്ള 26 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്. അതിലും അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനുകൾ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ലൈറ്റിൻ്റെ സ്വിച്ചുകളും മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കീ ഇടുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള സ്ഥലത്താണ്. എന്തായാലും വിസിബിലിറ്റി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് സ്കോഡയുടെ വാഹനങ്ങളായിരിക്കും. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഒക്ടേവിയൊക്കെ കൊടുത്തപ്പോൾ ഇത് എന്തായിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ടോൾ റെസിപ്റ്റ് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ടോൾ ചാടിക്കഴിഞ്ഞാൽ അടുത്ത ടോളിലേക്ക് നമ്മൾ റെസീറ്റ് കാണിക്കണം. അപ്പോൾ അത് ഇവിടെ അങ്ങ് ഫിറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ടോൾ റെസീറ്റ് വെക്കാനുള്ള ഒരു ക്ലിപ്പാണത്. അത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് സ്കോഡയിലാണ്. നിങ്ങൾ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും 6-way അഡ്ജസ്റ്റബിൾ ഡ്രൈവിംഗ് സീറ്റാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. അതോടൊപ്പം തന്നെ നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി പിൻഭാഗത്തേക്ക് പോകാം. ഞാനവിടെ നമ്മുടെ ഡ്രൈവർ സീറ്റ് വളരെ ഹൈറ്റിലിട്ടിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ച് താഴേക്കുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ പോലെ തോന്നാം. പക്ഷേ അതിന് അത്ര ഉയർത്തി വെച്ചുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നില്ല. എന്തായാലും സ്പേസ് ഞാൻ പറഞ്ഞില്ലേ, 100 ലിറ്ററോളം ബൂട്ട് സ്പേസ് കൂട്ടിയിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇഷ്ടംപോലെ സ്പേസാണ് നിങ്ങൾ കാണുന്നത്. അതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ പോളിടെക്നിക്ക് പഠിക്കാത്തതുകൊണ്ടായിരിക്കാം എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും നല്ല സുഖമുള്ള സീറ്റാണ്. നല്ല ലെതർ സീറ്റാണ് കേട്ടോ ഇപ്പോൾ ഏറ്റവും പുതിയ കുഷാക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ നല്ല തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയാണെങ്കിലും വളരെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാം. ഇനി മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ പിൻഭാഗത്ത് മസാജ് ഫംഗ്ഷൻ വന്നു എന്നുള്ളതാണ്. അതും ഇന്നലെ ഞാൻ ഈ പറഞ്ഞ സായിപ്പ് മേൽപ്പറഞ്ഞ ടിയാൻ ഇന്നലെ പറയുണ്ടായി. അദ്ദേഹം ഒരിക്കൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഇവരുടെ ആസ്ഥാനത്ത് ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഒരു ഗ്രാമം മുഴുവൻ സ്കോഡയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു ഗംഭീര ഒരു സിറ്റിയാണ്. ആ സിറ്റിയാണ് കേട്ടോ, ഗ്രാമമല്ല. സിറ്റിയിലെല്ലാവരും ഒരു വീട്ടിൽ ഒരാൾ വെച്ചെങ്കിലും സ്കോഡയുടെ പ്ലാനിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നു, ഇത്തിരി കുഴപ്പം പിടിച്ച പേരാണ്. അപ്പോൾ അവിടെ അവിടെ ഒരു വലിയ മ്യൂസിയം ഉണ്ട് സ്കോഡയുടെ. കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കൊരു വാഹനം നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടും അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ പല പ്ലാന്റുകളും നമ്മൾ പോയി കഴിഞ്ഞാൽ മുഴുവൻ അവർ കാണിക്കില്ല, കുറച്ച് സ്ഥലം കാണിച്ചിട്ട് നമ്മളെ വിടും. പക്ഷേ ഇതങ്ങനെയല്ല, ഫുൾ നമുക്ക് സ്കോഡയുടെ പ്ലാന്റ് കാണാൻ സാധിക്കും ചെക്ക് റിപ്പബ്ലിക്കിൽ. അപ്പോൾ നിങ്ങൾ പ്രാഗിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, പോവുകയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കണം. അപ്പോൾ അവിടെ നമ്മുടെ ഇദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഏറ്റവും പുതിയ കോഡിയാക്കിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ടെക്നീഷ്യൻസ് പറഞ്ഞു നമ്മളൊരു സാധനം ഫിറ്റ് ചെയ്യുന്നുണ്ട് അതിൽ, അത് പിൻഭാഗത്ത് ഈ ഒരു മസാജ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഇന്ത്യയിൽ വരാൻ പോകുന്ന കുഷാക്കിൽ അത് തരണം എന്നപ്പോൾ അവർ പറഞ്ഞു അത്രയും കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞൊരു വാഹനത്തിൽ അത് പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ. അപ്പോൾ അദ്ദേഹം വാശി പിടിച്ച് നമുക്ക് വാങ്ങിച്ചു തന്നൊരു ഫംഗ്ഷനാണിതെന്ന് പറഞ്ഞു. എന്തായാലും അതിൻ്റെ സ്വിച്ചാണ് ഇതാ ഇവിടെ കാണുന്നത്. ഇത് നമ്മളൊന്ന് ഓൺ ചെയ്തിട്ടാൽ മതി. പിൻഭാഗത്ത് ഉരുണ്ട് കയറുന്നുണ്ട്. സാധാരണ നമ്മുടെ വയറിനകത്താണ് ഉരുണ്ട് കയറുന്നത്, ഇതങ്ങനല്ല, പിൻഭാഗത്ത് ഉരുണ്ട് കയറുന്നുണ്ട് ഒരു മസാജ് ഫംഗ്ഷൻ. തീർച്ചയായിട്ടും അതും സെഗ്മെൻറ്റ് ഫസ്റ്റാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിലല്ല കേട്ടോ, സ്കോഡയുടെ വാഹനത്തിൽ പിൻഭാഗത്ത് ഇങ്ങനെ ഒരു മസാജ് വരുന്ന ആദ്യമാണ്. ഈ സെഗ്മെൻറ്റിൽ ഇന്ത്യയിലെ മറ്റൊരു വാഹനത്തിലും പിൻഭാഗത്ത് മസാജ് ഇല്ല എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ചില ബാങ്കോക്ക് സ്മരണകളുമായിട്ട് നമുക്ക് വലിയ ചാരി ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, വളരെ വിശാലമായ ഒരു ആംറസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്ത് നമ്മൾ പിന്നെ കാണുന്നത്. AC വെൻ്റ് പിൻഭാഗത്തേയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പനോരമിക് സൺറൂഫ് ആയതുകൊണ്ട് തന്നെ തലയുടെ മുകളിൽ വരെ ഇല്ലെങ്കിൽ തൊട്ട് മുന്നിൽ വരെ വന്നിട്ട് സൺറൂഫ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാം. കൂടാതെ ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്നൊരു ചെറിയ പോക്കറ്റ് അങ്ങനെ കൊടുത്തിരിക്കുന്നു. അവിടെ സാമാന്യം വലിയ കപ്പ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത്, അല്ല ബോട്ടിൽ ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. 1-2 ബോട്ടിലൊക്കെ അവിടെ വയ്ക്കാൻ പറ്റും. നല്ല ആംറസ്റ്റുമുണ്ട്. പിന്നെ വിൻഡോ ലൈനൊന്നും അത്ര ഉയർന്നിട്ടല്ല, അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. വിസിബിലിറ്റി മൊത്തത്തിലുണ്ട്. ഈ ഒരു വൈറ്റ്, ഈ ഒരു എന്താ പറയുക, മൊത്തത്തിലുള്ള റൂഫിലെ ഈ ഒരു ബീച്ച് കളർ, അതുപോലെ തന്നെ സൺറൂഫ്, ഈ ഒരു ഗ്ലാസ് ഏരിയ എല്ലാം കൂടി ചേരുമ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും സീറ്റിൻ്റെ ഈ ഒരു കുഷനിങ്ങും അതിൻ്റെ ഒരു നിർമ്മാണ രീതിയും ഡിസൈനൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. നടുവ് നന്നായിട്ട് ചേർന്ന് ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു 1.5 DSCയുടെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിൽ. നമുക്കൊന്ന് മോണ്ടി കാർലോയുടെ ഇൻറ്റീരിയർ കൂടെ കണ്ടിട്ട് വാഹനം ഓടിച്ചു നോക്കാം.
നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 1.5 ലിറ്ററിൻ്റെ ടോപ്പ് എൻ്റെ മോഡലാണെങ്കിൽ ഇതാണ് മോണ്ടി കാർലോ. മോണ്ടി കാർലോ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ സ്കോഡയുടെ സ്പെഷ്യൽ എഡിഷനാണ്, കൂടുതൽ സ്പോർട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിലുള്ളത് 1 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ്. അതിന് 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്. അതാണ് ആദ്യമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന, ആദ്യമായിട്ട് സ്കോഡയുടെ വാഹനങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഈ കുഷാക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് ഓടിച്ച് കാണാം. എക്സ്റ്റീരിയറിൽ പ്രധാനമായിട്ട് നമുക്ക് മോണ്ടി കാർലോ ആണെന്ന് മനസ്സിലാകുന്നത് ഈ 2 റെഡ് സ്ട്രിപ്പും അതിന് നടുവിൽ കാണുന്ന ഈ ഒരു ലോഗോയുമാണ്. മോണ്ടി കാർലോയുടെ ഈ ഒരു എന്താ പറയുക ഫ്ലാഗിൻ്റെ ലോഗോ, അതാണ് പ്രധാനമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഇത് മോണ്ടി കാർലോ ആണ് എന്നുള്ള കാര്യം. ഇതിൻ്റെ കളർ നല്ല രസമുള്ള കളറാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ ഈ ഒരു ഗ്രില്ലിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വാഹനത്തിൽ ഇവിടെ സ്റ്റീലിൻ്റെ സ്ട്രിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഴിവാക്കി, പക്ഷേ ഈ ഒരു LED സ്ട്രിപ്പ് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെയാണ് ഫുൾ ബ്ലാക്കാണ്. ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ആ ഒരു എന്താ പറയുക ഒരു ആഷ് ഫിനിഷ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അത് ഫുൾ ബ്ലാക്കാക്കി. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും മുൻഭാഗം കാണുമ്പോൾ ഭംഗി കൂടുതൽ ഇതിനാണെന്നുള്ള ഒരു സംശയമില്ല. മറ്റ് ഡിസൈൻ എലമെൻസിനൊന്നും മാറ്റമില്ല. അലോവീലിലേക്ക് വരുമ്പോൾ അലോവീലും മോണ്ടി കാർലോയുടേതായിട്ട് മാറിയിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയുള്ള അലോവീലാണ്. അതിൽ കാലിപ്പറക്കി, ഇത് റെഡല്ല കൊടുത്തിരിക്കുന്നത്, റെഡാണ് സാധാരണ കാണുന്നത്. അത് ബാക്കിലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഏതായാലും സ്റ്റീൽ ഫിനിഷ് തന്നെയാണ് കാലിപ്പറിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും മോണ്ടി കാർലോ എന്നുള്ള ഒരു ബാഡ്ജിങ് അതവിടെ കൊടുത്തിരിക്കുന്നു. മറ്റ് കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല. ഇവിടെയും കാലിപ്പറിന് ആ നിറം കൊടുത്തിട്ടില്ല. പക്ഷേ അവർ ഇന്നലെ നമ്മുടെ പ്രസൻറ്റേഷനിൽ കാണിച്ച മോണ്ടി കാർലോയിൽ അതുണ്ടായിരുന്നു, എന്തുകൊണ്ടോ ഇതിലത് ഇല്ല. പിന്നിലേക്ക് വരുമ്പോഴാണെങ്കിലും ആകെയുള്ള മാറ്റം എന്ന് പറയുന്നത് മോണ്ടി കാർലോ എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കുഷാക്ക് എന്നുള്ള ഇതുമൊക്കെ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെ ബമ്പറിൻ്റെ കാര്യത്തിലും ഫുൾ ബ്ലാക്കാണ്. അവിടെയും ആ ഒരു ആഷ് നിറം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാനുള്ള ഭംഗി തീർച്ചയായിട്ടും മോണ്ടി കാർലോ ആണ്. ഇൻറ്റീരിയറിലും കുറേ മാറ്റങ്ങൾ മോണ്ടി കാർലോയ്ക്ക് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന മോണ്ടി കാർലോ എന്ന് പറഞ്ഞാൽ ടു മച്ച് ഓഫ് റെഡ് ആക്സൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് മൈൽഡാക്കി. അതവർ ഇന്നലെ പറയുകയും ചെയ്തു. അത് ഇത്തിരി കൂടിപ്പോയെന്ന് പലരും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള റെഡിൻ്റെ ഈ ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു മെറ്റാലിക് റെഡ് നല്ല ഭംഗിയായിട്ടുണ്ട്. അതല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ ഈ ഭാഗത്തൊന്നുമില്ല. ഇവിടെയൊക്കെ ഈ ഒരു റെഡ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൺസോളിലൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കി എല്ലാ കാര്യവും ഒന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സീറ്റിൻ്റെ കളേഴ്സ് കംപ്ലീറ്റ് മാറി, ഇത് ബ്ലാക്കായി. അതുപോലെ തന്നെ ഇവിടെ റൂഫും ബ്ലാക്കായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൽ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ബാക്കി വെന്റിലേറ്റർ സീറ്റ് തന്നെയാണ്, അത്തരം കാര്യങ്ങളൊന്നും മാറ്റമില്ല. എല്ലായിടത്തും റെഡ് സ്റ്റിച്ചിങ് അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഡോർ പാഡിൽ നോക്കിയാലും ആ റെഡ് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗിയായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ബ്ലാക്ക് ഇൻറ്റീരിയർ വിത്ത് റെഡ് ആക്സൻസ്, അതാണ് നമുക്ക് ഇൻറ്റീരിയറിൽ പറയുന്ന കാര്യം. അതുപോലെ മോണ്ടി കാർലോ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ഭാഗത്തും കാണാം. പിൻഭാഗത്തെ സീറ്റിലും ഇത് തന്നെ ഉള്ളൂ, ഈ ഒരു റെഡ് ആക്സൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ എഞ്ചിൻ 1 ലിറ്റർ TSI എഞ്ചിനിൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നിരിക്കുന്നു. അത് ടോർക്ക് കൺവേർട്ടറാണ്. അത് നമുക്കിനി ഒന്ന് ഓടിച്ചും കൂടി നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മോണ്ടി കാർലോ ആണ്. മോണ്ടി കാർലോയുടെ 1 ലിറ്റർ എഞ്ചിനോട് കൂടിയ മോഡലാണ്. അതായത് ഇതിൽ ആണ് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്നത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ അതിപ്പോൾ 8 സ്പീഡായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നല്ല രസമാണ് ഓടിക്കാൻ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ സ്മൂത്താണ്. നമ്മളൊന്ന് നന്നായിട്ട് കാല് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ 8 സ്പീഡിലേക്ക് അങ്ങോട്ട് അപ്ഷിഫ്റ്റ് ചെയ്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല സ്മൂത്താണ്. തന്നെയല്ല, അതുകൊണ്ട് സംഭവിച്ച മറ്റൊരു കാര്യം ഫ്യൂവൽ എഫിഷ്യൻസി കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. മാനുവലിന് 19.76 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ് എങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്കിന് 18.06 ആണ്. എന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത മൈലേജും കമ്പനി പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് രസമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയാണ്. വളരെ സ്മൂത്താണ്. തന്നെയല്ല, ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പോൾ ഈ 1 ലിറ്റർ എന്ന് പറയുന്നത് ടർബോ പെട്രോളിൽ 3 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ പോലും 3 സിലിണ്ടറിൻ്റേതായ ഒച്ചപ്പാടും ബഹളവും അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ ഒന്ന് കാല് കൊടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, വളരെ ക്വിക്കായിട്ടാണ് ഗിയർ ഷിഫ്റ്റ് എല്ലാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് പിൻവലിക്കുന്നു, കാല് കൊടുക്കുമ്പോൾ ഒരു അല്പം ഓഡിബിളാണ് എഞ്ചിൻ 3 സിലിണ്ടറിൻ്റെ. പക്ഷേ എങ്കിൽ പോലും സാധാരണ 3 സിലിണ്ടർ എഞ്ചിനിൽ കാണുന്ന അത്രയും ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡാണ് ഈ കാണുന്നത്. നമുക്കൊന്ന് കാര്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അറിയാമല്ലോ, പശു വരും, പശു ചാടും എന്നുള്ളതാണ്. എങ്കിലും മോശമല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ
ഉള്ള ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ DSG ഗിയർ ബോക്സ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഒരു റിപ്പയറിൻ്റെ കാര്യത്തിലെങ്കിൽ ഇതങ്ങനെയില്ല. ഇതൊരു ടോർക്ക് കൺവെർട്ടർ എന്ന് പറയുന്നത് പരമ്പരാഗത ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടി മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ കുറവായിരിക്കും. തന്നെയല്ല മൈലേജ് തീർച്ചയായിട്ടും DSGയേക്കാളും കൂടുതലുണ്ട് ഈ ഒരു ഗിയർ ബോക്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മികച്ച ഒരു ഡ്രൈവിംഗ് അനുഭവം തരാൻ ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഈ ഒരു മോഡലിൽ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇന്ന് തന്നെയുമല്ല ഇൻറ്റീരിയർ ഉണ്ട്. ഇൻറ്റീരിയർ തീർച്ചയായിട്ടും ഭംഗി മോണ്ടി കാറിലാണ്. റെഡ് ആക്സൻസ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സംഭവം കിടലിനാണ് മോണ്ടി കാർലോ എന്ന് പറയുമ്പോൾ. മൊത്തത്തിൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും അതുപോലെ ഏറ്റവും പുതിയ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയാലും ഒന്നും തന്നെ മോശമില്ല എന്നാണ് പറയേണ്ടത്. എന്തായാലും മാർച്ച് 21-നാണ് ഇതിൻ്റെ, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തേക്ക് ഇതിൻ്റെ വില പ്രഖ്യാപിക്കുകയും ചെയ്യും. വില ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ ഡസ്റ്റർ വരുന്നു, സീറ വന്നു, അങ്ങനെ പല വാഹനങ്ങളും വന്നുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വിലയിലായിരിക്കും ഇത് കിട്ടാൻ പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളപ്പോൾ കുഷാക്കിൻ്റെ 1.5 ലിറ്റർ DSG ഗിയർ ബോക്സ് ഉള്ള മോഡൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലാണ്. നിങ്ങൾ കാണുന്ന പോലെ കിടിലൻ ഹൈവേ. നമ്മൾ കേരളത്തിൽ ഇത്തരം ഹൈവേകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ആശ്വാസം. പക്ഷേ ഇവിടെയൊക്കെ പണ്ടേ വന്നു കഴിഞ്ഞു. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ജംഗ്ഷനിലൊക്കെയുള്ള ബട്ടർഫ്ലൈ റോഡുകളൊക്കെ നല്ല രസമാണ്. നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരു ഹൈവേയിൽ നിന്ന് അടുത്ത ഹൈവേയിലേക്ക് ലിങ്ക് റോഡിലേക്ക് കയറാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വൈറ്റിലയിൽ എടപ്പള്ളിയിലൊക്കെ അത്തരത്തിലുള്ള ബട്ടർഫ്ലൈ ലിങ്ക് റോഡുകളായിരുന്നു വേണ്ടിയിരുന്നെങ്കിലും ഏതോ കാട്ടുമാക്കാൻ മന്ത്രി വിവരദോഷി മുന്നോട്ടുള്ള എന്താണ് മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ മന്ത്രി ഉടക്കിയതാണെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ എടപ്പള്ളിയിലും വൈറ്റിലയിലും ഒക്കെ തിരക്കിൽപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെയുള്ള ദീർഘദർശനം ചെയ്യാൻ അറിയാത്ത മന്ത്രിമാരൊക്കെ ചവിട്ടി പുറത്താക്കാനുള്ള നിയമം കൂടി ജനാധിപത്യത്തിൽ വരേണ്ടത് ആവശ്യമാണ്. എന്തായാലും എത്ര സ്പീഡിൽ വേണമെങ്കിലും ചവിട്ടി പിടിച്ച് പോകാവുന്ന റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. 100 ആണ് ഇവിടുത്തെ മാക്സിമം സ്പീഡ്. 100 നമ്മൾ ചുമ്മാ ഒന്ന് കാലം എടുത്താൽ തന്നെ ആകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ വന്നു എന്നുള്ള കാര്യമാണ്. അപ്പം ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പക്കയായിട്ടുണ്ട്. പിന്നെ 6 എയർ ബാഗുകൾ, ABS, EBD അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഹിൽ ഡിസൻ കൺട്രോൾ, അസൻ കൺട്രോൾ അത്തരം കാര്യങ്ങളും അതും ഒക്കെ വന്നിട്ടുണ്ട്. അഡാസിൻ്റെ ഫീച്ചേഴ്സാണ് ഇല്ലാത്തത്, പക്ഷേ പാർക്ക് അസിസ്റ്റ് മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡാസിൻ്റെ ഫീച്ചേഴ്സ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാർ അഡാസ് ആദ്യം കേട്ടപ്പോഴത്തേക്കും കാര്യമായ രീതിയിലൊന്നും ഏറ്റെടുത്തെങ്കിലും പിന്നീട് അഡാസിൻ്റെ ഫീച്ചേഴ്സിന് ചില പ്രശ്നങ്ങൾ മനസ്സിലായപ്പോൾ പലരും ഇപ്പോൾ പതുക്കെ അത് പിന്നോട്ട് ചവിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത കാലത്ത് ഓടിച്ച മഹീന്ദ്രയുടെ വാഹനങ്ങളിലൊക്കെ അഡാസ് ഇല്ലാത്ത ഒരു ടോപ്പ് എൻഡ് മോഡൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും ഇപ്പോൾ അഡാസ് വേണം എന്നില്ല എന്നായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള അതിൻ്റെ എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്ന അത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പലരും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം എമർജൻസി ബ്രേക്കിങ്ങിൽ പലപ്പോഴും നമ്മളറിയാതെ തന്നെ വാഹനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നു, പിൻഭാഗത്ത് വരുന്ന വാഹനം ഇടിച്ചില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു, അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്നു, ഇതെല്ലാം കേട്ടുകൊണ്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഒഴിവാക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു സേഫ്റ്റി ഫീൽ അത്രയധികം തോന്നുന്നുണ്ട് തന്നെ അഡാസിൻ്റെ അഭാവം നമ്മളെ അലട്ടുന്നതേ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തൊക്കെ പറഞ്ഞാലും യൂറോപ്യൻ വാഹനങ്ങൾ അല്ലെങ്കിൽ ജർമ്മൻ വാഹനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സേഫ്റ്റി ഫീല് നമുക്ക് മറ്റ് ഒരു വാഹനത്തിന് തരാനാവില്ല എന്നുള്ള സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ സ്കോഡയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു 1.5 ലിറ്റർ എൻജിൻ എന്ന് പറയുന്നത് നേരത്തെ തൊട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു എൻജിൻ തന്നെയാണ്. ഈ എൻജിൻ്റെയൊക്കെ നമ്മൾ അതിൻ്റെ ഫിഗേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ക്രെറ്റയൊക്കെ ഒരല്പം 2-3 BSP ഒക്കെ മുന്നിലും 2-3 ന്യൂട്ടൺ മീറ്ററൊക്കെ മുന്നിലും ആണെങ്കിൽ പോലും അങ്ങനെ നമുക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള അത്രയും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും സീറ്റിംഗ് പൊസിഷൻ ആയാലും അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു രീതികളായാലും ഒക്കെ ഗംഭീരമാണ്. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് വളരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാൻ ഭയങ്കര രസകരമായ കാര്യമാണ്. ഈ ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് എന്ന് പറയുന്നത് സ്കോഡയുടെ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പോളോയിൽ തൊട്ട് തന്നെ കാണുന്നതാണ്. GT TSI എന്ന് പറയുന്ന ആ മോഡലിലുണ്ടായിരുന്ന ആ ഒരു ഐ കാൻ ഡു ദാറ്റ് ആ യുവതിയോട് സംസാരിക്കുന്നതാണ്. ഒന്നുമില്ല ഇവിടെ പറയുന്ന. അപ്പോൾ ആ ഒരു GT TSIയിലൊക്കെ കണ്ടിരുന്ന അതേ 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി നമുക്കറിയാമല്ലോ, വളരെ ഗംഭീരമായൊരു ഗിയർ ബോക്സ് ആണത്. എന്തെങ്കിലുമൊക്കെ പണി വന്നാൽ മാത്രമേ അത് നമുക്ക് പണി തരികയുള്ളൂ. പക്ഷേ പൊതുവേ അത് ലൈഫ് ലോങ് ലോക്ക്ഡാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഈ ഒരു
വാഹനമായിട്ട് ഇൻറ്റഗ്രേറ്റ് ഈ ഒരു എഞ്ചിനുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ സംഗതികൾ പാടെ മാറി. അപ്പോൾ ഈ ഒരു 1.5 ലിറ്റർ TSI എഞ്ചിനുള്ള DSG ഗിയർ ബോക്സോട് കൂടിയ മോഡലിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടത് 9.54 സെക്കൻഡ്സ് ആണ്. 150 VSP എഞ്ചിനാണ്. ഇത് 250 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ തോതിലൊക്കെ പവറിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വാഹനം ഇതാണ് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം. വളരെ സ്മൂത്തായിട്ടുള്ള എഞ്ചിനാണ്, ഒട്ടും ഓഡിബിളൊന്നുമല്ല, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതൊക്കെ നമ്മൾ പലതവണ പല വാഹനങ്ങളിൽ ഫോക്സ്വാഗണിൻ്റെയും സ്കോഡയുടെയും വാഹനങ്ങൾ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞ കാര്യം കൂടിയാണ്. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ടർബോ ചാർജ് എഞ്ചിനാണ്. ഒരു 1200 RPM വരെയൊക്കെ വേണമെങ്കിൽ വളരെ ചെറിയൊരു ലാഗ് നമുക്ക് പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പിന്നെ നമുക്കൊന്നും ഒരു തരത്തിലും എഞ്ചിൻ നമ്മളെ ഒരു മന്ദതയിലേക്കും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക്. പിന്നെ ഒരു 1 ലിറ്റർ എഞ്ചിനാണ്. അതിന് 11.47 സെക്കൻഡാണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് 3 സിലിണ്ടറാണ്. നമ്മളിപ്പോൾ ഓടിക്കുന്ന 4 സിലിണ്ടർ ആണെങ്കിൽ അത് 3 സിലിണ്ടറാണ്. അത് 115 BSP ആണ്. 178 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്. അതിലും ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ആ 2 ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഗംഭീരമാണ്. അതാണല്ലോ യൂറോപ്യൻ വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് ആണ്. ആ കാര്യത്തിൽ ഗംഭീരമാണ്. അതുപോലെ തന്നെ ഹമ്പുകളൊക്കെ ചാടിയാലും കയ്യിൽ നിന്നും വാഹനം വിട്ടുപോകാത്ത രീതിയിലുള്ള ഗംഭീരമായ സസ്പെൻഷൻ ഉണ്ട്. സസ്പെൻഷനൊക്കെ ഒന്നുകൂടെ ഒന്ന് ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴയ കുഷാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1.5 ലിറ്റർ പൊടി പിടിച്ച TSI എഞ്ചിനാണ്. പൊടി പിടിച്ച എഞ്ചിൻ ഞാൻ പറയാൻ കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, പൊടി അത് തന്നെയാണ്. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ പൊടി തന്നെയാണ് എല്ലായിടത്തും. ഇപ്പം നിങ്ങൾ ഈ റോഡിലേക്കൊക്കെ നോക്കി കാണാം, ഫുൾ പൊടിയാണ്. അതൊരു കാര്യം. 2, ഇത് മീഡിയ ഡ്രൈവിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. 4 ദിവസമായിട്ട് എല്ലാവരും ഓടിച്ച് പണ്ടാടക്കിയിരിക്കുന്ന എഞ്ചിനാണെന്നുള്ളതുകൊണ്ട് തന്നെ പൊടി പിടിച്ചിരിപ്പുണ്ട്. പക്ഷേ പൊടിയുടെ കാര്യത്തിൽ നമുക്ക് സ്കോഡയെ കുറ്റം പറയാനാവില്ല. ഇത് നമ്മളിപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഓടിക്കുന്നതെങ്കിൽ ഒട്ടും പൊടിയില്ല തന്നെ സ്കോഡ നമുക്ക് വാഹനം തന്നേനെ. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ 4 വേരിയൻസ് ആണുള്ളത്. 5 വേരിയൻസ് ആണുള്ളത്. അതിൽ ടോപ്പ് ആൻഡ് പ്രസ്റ്റീജ് അതുപോലെ മോണ്ടി കാർലോ ഈ 2 വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ് 1.5 ലിറ്റർ എഞ്ചിൻ കിട്ടുക. 1 ലിറ്റർ എഞ്ചിൻ നമ്മൾ ഓടിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് 1.5 ആണ് നിങ്ങൾ ദീർഘദൂരം വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്ന 1.5ഉം സിറ്റി ഡ്രൈവിംഗ് ആണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടതെങ്കിൽ 1 ലിറ്ററും ആയിരിക്കുമെന്നാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം. എന്തായാലും തിരഞ്ഞെടുക്കാനായിട്ട് ധാരാളം ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, 7 സ്പീഡ് DSG ഉണ്ട്, 6 സ്പീഡ് മാനുവൽ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഇഷ്ടം പോലെ വേരിയൻസും എല്ലാം തന്നിട്ടുണ്ട്. കൂടാതെ ഏറ്റവും പുതിയ കളേഴ്സും വന്നിട്ടുണ്ട്. അതിൽ വളരെ ഭംഗിയുള്ള നിറമാണ്. മോണ്ടി കാർലോയുടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇതും വളരെ ഭംഗിയുള്ള നിറമാണ്. ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് സ്കോഡയുടെ പഴയകാല നിറമാണ്. അതും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ വാഹനം വാങ്ങിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പം ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഫീച്ചേഴ്സുള്ള വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടെന്നുള്ള സത്യമാണ്. അഡാസ് പോലുള്ള കാര്യങ്ങൾ. പക്ഷേ സ്കോഡ എന്ന് പറയുന്ന ആ ഒരു യൂറോപ്യൻ വാഹന നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണ നിലവാരവും അതിൻ്റെ ഓരോ ഇഞ്ചിലും നമ്മൾ കാണുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് എത്തേണ്ടത്. തന്നെയുമല്ല എഞ്ചിനായാലും ട്രാൻസ്മിഷൻ ആയാലും നിങ്ങൾക്ക് കിട്ടാത്ത 8 സ്പീഡ് AT ഒക്കെ ഇതിലുണ്ടല്ലോ. അത്തരം പല കാര്യങ്ങളും മുന്നിലാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാറൻറ്റി പോലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ വലിയ തലവേദനയൊന്നും ഉണ്ടാക്കുകയുമില്ല. അപ്പോൾ വലിപ്പം കറ്റയേക്കാളും അല്പം കുറവാണെങ്കിലും വീൽ ബേസിൻ്റെ കാര്യത്തിൽ ഇതാണ് മുന്നിൽ എന്നുള്ളതുകൊണ്ട് തന്നെ സ്ഥല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം. അങ്ങനെ പല പോസിറ്റീവ്സുമായിട്ടാണ് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്കി വന്നിരിക്കുന്നത്. ഇപ്പം സ്കോഡയുടെ കാര്യത്തിൽ ഒരല്പം കുറച്ചൊന്ന് മന്ദതയിലായിരുന്ന കമ്പനി ഇപ്പം വളരെ മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ കോഡിയാക്കിൻ്റെ മോണ്ടി കാർലോ വരുന്നു. അതുപോലെ തന്നെ ഇപ്പം കൈലാക്കിൽ എൻട്രി ലെവൽ 2 പുതിയ വേരിയൻസ് വന്നു കഴിഞ്ഞു. അതുപോലെ സ്കോഡ RS വന്നു. അങ്ങനെ പല കാര്യങ്ങളും വന്നു കഴിഞ്ഞു. ഇനി EV വാഹനങ്ങളൊക്കെ വരാൻ പോവുകയാണ് സ്കോഡയിൽ നിന്നും. അതുകൊണ്ട് തന്നെ സ്കോഡ വളരെ ശക്തമായിട്ടാണ് ഇന്ത്യയിൽ നിലയുറപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് രാജസ്ഥാനോട് വിട പറയുകയാണ്. എന്തായാലും രാജസ്ഥാനിൽ ഓരോ തവണ വരുമ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും കാണാനുണ്ടാവും. അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് രാജസ്ഥാനിൽ നമ്മളെപ്പോഴും കാത്തിരിക്കുന്നത്. രാജസ്ഥാനിൽ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വരണം. കുറച്ച് ഇന്ത്യയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കണമെങ്കിൽ രാജസ്ഥാനിലാണ് വരേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിനി ഡസ്റ്റർ ഓടിക്കാൻ വേണ്ടി ഡെറാഡൂണിലേക്ക്. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.